ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ഫിഷ് മോളിയാണ്. ആവോലി മീനാണ് എന്നെ എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റായിട്ടുള്ള മീനാണ്. എല്ലാ മീനിലും ഫിഷ് മോളി ചെയ്യാം. ആവോലി നെയ്മീനിലൊക്കെ പ്രത്യേക ടേസ്റ്റാണ്. ഇന്ന് നമുക്കത് കുറച്ച് പൊരിച്ചെടുത്തിട്ട് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. നമ്മൾ മുളക് പൊടി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മീനിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. അല്ലാതെ പച്ചമുളകാണ് കൂടുതൽ ചേർത്തിരിക്കുന്നത്, കുരുമുളക് ചേർത്തിട്ടില്ല. തേങ്ങാപ്പാലൊക്കെ ചെയ്തിട്ട് നമുക്ക് അതെങ്ങനെ ചെയ്തതെന്ന് നോക്കാം. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മീൻ നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. മീൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അകത്തെ സാധനമെല്ലാം എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് നാരങ്ങ നീരും ചേർത്ത് നമുക്കൊരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തക്കാളിക്ക, സവാള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കട്ട് ചെയ്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളിവിടെ കുരുമുളക് ചേർക്കുന്നില്ല. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളിക്ക ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ നമുക്കൊന്ന് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. വഴറ്റിയെടുക്കാം. നമുക്ക് മീൻ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് പൊരിച്ചെടുക്കാം. സവാള, തക്കാളിക്ക, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള തേങ്ങാപ്പാലും 1-ാം പാലും 2-ാം പാലും 3-ാം പാലും കൂടെ ഒരുമിച്ചും വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി, പച്ചമുളകും, തക്കാളിക്കയും സവാളയെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും തക്കാളിക്കയും സവാളയെല്ലാം നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി അതിനകത്തോട്ട് തേങ്ങാപ്പാലും കൂടെ ചേർക്കാം. മീനും നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് തേങ്ങാപ്പാൽ 2-ാമത്തെ 3-ാമത്തെ തേങ്ങാപ്പാൽ ചേർത്ത് നല്ലപോലെ തക്കാളിക്കും സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് പുളിയും കൂടെ ചേർക്കുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ പാലും കൂടെ ചേർക്കാം. നമുക്ക് മീൻ പൊരിച്ചതും കൂടെ ചേർക്കാം. തേങ്ങാപ്പാലെല്ലാം ചേർത്ത് നല്ലപോലെ തിളച്ച് കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനും കൂടെ ചേർക്കാം. നമുക്ക് തല ഇതിനകത്ത് ചേർക്കണമെന്നില്ല, അത് തനിയെ വേണമെങ്കിലും കഴിക്കാം. നമ്മൾ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള കറിയാണ് ഫിഷ് മോളി. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. Bye.